അപ്പോൾ ഈ ഫൺ ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചെറിയ കുക്കിംഗ് പരിപാടിയാണ്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകളും. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ ദേശീയ ഭക്ഷണമായ നമുക്കൊരു ബീഫ് സ്റ്റിർ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ മുക്കിലും മൂലയിലൊന്നും ബീഫ് ഷോപ്പ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 6-7 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് പോന്നിട്ടാണ് നമുക്ക് ബീഫ് കിട്ടുന്നത്. അപ്പോൾ ബീഫ് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല. ഇവിടെ ബീഫിന് വില കുറച്ച് കുറവാണ്. ഒന്നെങ്കിൽ അതിന്റെ ഡിമാൻഡ് കുറവാണ് മെയിനായിട്ട്. ഇവിടെ ബീഫ് കഴിക്കുന്ന ആൾക്കാർ ഈ ഭാഗത്തൊക്കെ കുറവാണ്. നമ്മുടെ നാട്ടിൽ 1 കിലോ ബീഫിന് ശേഷം 350. എന്റെ അവിടെയൊക്കെ എത്രയാടാ ബീഫിന്? നമ്മുടെ ഇവിടെ മലപ്പുറമൊക്കെ ആണെങ്കിലും 350, 380 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ ബീഫ് ബോൺലെസ്, അതായത് നമ്മുടെ ചില്ലിക്കൊക്കെ അടിക്കാൻ പറ്റിയ ബീഫിന് പിന്നെ കിലോക്ക് 200 രൂപ വരത്തുള്ളൂ. ഇനി എല്ലുള്ളതാണെങ്കിൽ തന്നെ 160 രൂപ എങ്ങാണ്ടേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഏതായാലും ബീഫ് വാങ്ങാൻ പോയി നോക്കാം. അപ്പൊ അതിനിടക്കാണ് നമ്മുടെ എയിമിലൊരു സ്പെഷ്യൽ സാധനം അവിടെ കണ്ടുപിടിച്ചത് അല്ലേ? അതിന് ഇവിടുത്തെ ഒരു ഹിന്ദിക്കാരന് ചുൻചുന എന്ന് പറയുന്നത്. ഈ സംഗതി നമ്മുടെ നാട്ടില് മലപ്പുറ ഭാഗത്തൊക്കെ ഉണ്ട്. പലർക്കും ഇവരൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞു ഇറച്ചിക്കൽക്ക് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതിന് ഇറച്ചിക്കൽക്ക് എന്ന് പറഞ്ഞു. നമ്മുടെ ബീഫിന്റെ ഒക്കെ നെയ്യ് മാത്രം അരിഞ്ഞെടുത്ത് അത് ചട്ടിയിലിട്ട് ചൂടാക്കി തിളപ്പിച്ച് അതിന്റെ ആ എണ്ണ വരുന്നത് മൊത്തം കോരിയെടുത്ത് മാറ്റും. എന്നിട്ട് ലാസ്റ്റ് ആ നെയ്യ് മൊത്തം പോയിട്ട് ചെറിയൊരു കഷ്ണം വരും നെയ്യിന്റെ. ആ സാധനം അങ്ങനെ ഉപ്പും ലേശം മറ്റേ കാന്താരി മുളകും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുമല്ലോ. അപ്പൊ ആ സാധനമാണ് അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രത്യേകിച്ച് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗൊന്നുമില്ല. എന്നാലും നമ്മൾ ഒരു പ്രൊഫഷണൽ ഷെഫും അല്ല. എന്നാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ തട്ടിക്കൂട്ടി നമ്മുടേതായ ഒരു സ്പെഷ്യൽ ഡിഷസ് ആണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ബീഫ് സ്റ്റിർ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതൊരു സ്റ്റിർ ഫ്രൈ മാത്രം വെച്ചുകൊണ്ട് നമ്മുടെ വയറ് അറിയത്തില്ലല്ലോ. ഏകദേശം ചിക്കൻ നൂഡിൽസ് കൂടി ഉണ്ടാക്കിയത്. എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിർ ഫ്രൈ എന്നാ ചെയ്യുന്നത്. സ്റ്റിർ ഫ്രൈ എന്ന സാധനം വളരെ നല്ലൊരു ചോദ്യം. ആക്ച്വലി സ്റ്റിർ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്ന് ഇളക്കിട്ട് ഫ്രൈ ചെയ്യുക, സ്റ്റിർ ചെയ്യുക, അതൊന്ന് ഇളക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ല, ഇത് ശരിക്കും ചൈനീസ് ഡിഷ് പോലെയൊക്കെയാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോ അത് ചൈനീസ് ആവും മംഗോളിയൻ ആവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഉണ്ടാക്കി നോക്കുന്നു, ബാക്കി വരുന്നത് ചെയ്യാം. അപ്പൊ നമ്മള് ക്യാരറ്റ് അരിഞ്ഞു, ചിക്കൻ തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു, ക്യാബേജ് റെഡിയായി, നൂഡിൽസ്. നമ്മൾ ഈ സ്റ്റിർ ഫ്രൈന്റെ കൂടെ ലേശം ചിക്കൻ നൂഡിൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1 കിലോ ചിക്കൻ വെച്ച് ലേശം നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ നൂഡിൽസ് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഒരു ചെറിയ പൊടിക്കൈ അതിന് കണ്ടായിരുന്നു. നൂഡിൽസ് വേവിക്കാൻ വെച്ചപ്പോ നമ്മൾ ചിക്കൻ ആദ്യം പിച്ചെടുക്കാൻ വേണ്ടി വെച്ച ഇതുണ്ട്, അതിനാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ തിളപ്പിച്ച വേണം. അപ്പൊ ആ ചിക്കൻ സ്റ്റോക്കിന്റെ അകത്ത് തന്നെ ഇട്ടിട്ട് നൂഡിൽസ് വേവിക്കാം. അപ്പൊ സാധാരണ ഇതിൽ നമ്മൾ നൂഡിൽസ് വേവിക്കും, അതിന്റെ കൂടെ ലേശം എണ്ണ ഒഴിക്കണം, ഇല്ലെങ്കിൽ നൂഡിൽസ് നമ്മൾ ഒട്ടി പിടിച്ചുകൊണ്ട് വരും. അപ്പൊ ഇതെന്താ, ആ സ്റ്റോക്ക് കിടക്കുമ്പോ അതിന്റെ അകത്ത് ലേശം എണ്ണയൊക്കെ അത് അതിലേക്ക് ഇറങ്ങി ചെന്ന് നല്ല അടിപൊളിയായിട്ട് ചിക്കന്റെ ചെറിയ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല വൃത്തി വരും. അപ്പൊ ഇനി ക്യാബേജ്
അവിടെ തീരുമാനമായി, ക്യാരറ്റ് തീരുമാനമായി, ക്യാപ്സിക്കം തീരുമാനമാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം, പെട്ടെന്ന് തീർക്കാം. ബീഫ്, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൈ കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചു കഴിക്കും. അപ്പൊ ഇത് ഏകദേശം തിന്നാൻ പറ്റിയൊരു പരിപാടി ഇങ്ങനെ ആശിച്ചു. അത് നമ്മൾ എക്സ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചട്ടിയാണ്, ചട്ടി പണിയെടുക്കാൻ ഞാൻ തിന്നാൻ നീയും. അപ്പൊ നമ്മൾ ഈ സാധനം ഇതിന്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ബീഫിന്റെ ഒറിജിനൽ ഫ്ലേവർ, ലേശം വരെ നമ്മുടെ കുരുമുളകിന്റെയും ഫ്ലേവറാണ്. കാര്യമായിട്ട് ഉപ്പ്, കുരുമുളക്, ലേശം സുർക്ക, പിന്നെ ലേശം സോയാ സോസ്. ഇത്രയും സാധനങ്ങളാ ഇതിന് ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത്. ചട്ടി ഓൺ ചെയ്യാം. ഈ ചട്ടി ഇങ്ങനെ ചൂടാകട്ടെ. എണ്ണ എക്സ്ക്യൂസ് മീ, ഇതേ അയ്യടാ ലേശം ഞാൻ സഹായിക്കാം. എന്തിന്? ക്യാരറ്റ് അല്ല വേണമെന്നില്ല, നീ എന്തെന്ന് സഹായിച്ചാൽ മതി. അതിപ്പോ നമ്മള് ഇങ്ങനെ അടിപൊളിയായിട്ട് ഉള്ളി വഴറ്റിയിട്ട് നമ്മൾ പകുതി ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചത്. കാരണം എന്താ വെച്ചാൽ ബാക്കി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കണമല്ലോ. അത് കഴിഞ്ഞ് ലേശം ക്യാരറ്റ്. ഈ ക്യാരറ്റ് ഒന്നും വേണമെന്നില്ല, ചുമ്മാ ഒരു കളർ ആയിക്കോട്ടെ. ഇച്ചിരി കളർ ഉണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളൂ. ലേശം ക്യാരറ്റ് നമ്മൾ ആദ്യം കാരണം വെന്ത് വരാൻ ഇച്ചിരി ടൈം എടുക്കും. ഗണപതിയെ വിളിച്ചോണ്ട് പോ. പിന്നെ ആവശ്യത്തിന് വിളിക്കുന്നു. ഇതൊന്നും അളവ് ചോദിക്കരുത്, ഇതൊക്കെ നമ്മുടെ കൈപ്പാടാണ്. നമുക്ക് തോന്നിയത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇഞ്ചി അത്യാവശ്യം തുറന്നു. അതായത് ഇഞ്ചിന് ഗുമഗുമാന്നൊരു മണം അടിക്കുന്നില്ല. ഈ ശരിക്ക് ഇത് ഉപയോഗിക്കണേന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കേണ്ടത് പറഞ്ഞാല് നല്ല അടിപൊളി മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കം നിൽക്കണം. പക്ഷെ അതുകൊണ്ടല്ലേ ലാസ്റ്റ് പച്ച തുടങ്ങിയത്. അങ്ങനെ കളറിന് നമ്മള് ചുവപ്പ് താങ്ങിയത്. ഇതിന്റെ കൂടെ സാധാരണ മറ്റേ വൈറ്റ് റൈസ് കഴിക്കും. പിന്നെ വൈറ്റ് റൈസ് കഴിക്കും. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഫ്ലേവറാണ്. നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് എന്തും ആഡ് ചെയ്യാം. ഇതങ്ങനെ ഒരു ഓതന്റിക് ഡിഷോ അല്ലെങ്കിൽ ഇതിനെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സാധനം. ബീഫൊക്കെ തരത്തില്ലേ, പ്രോട്ടീൻ അല്ലേ, റെഡ് മീറ്റ് നല്ല പ്രോട്ടീൻ. തക്കാളി ഇല്ല, ചൈനക്കാര് ഫുഡിൽ തക്കാളി ഉപയോഗിക്കുന്നത് അവര് സോസുകളല്ല. ഇല്ല, നമ്മളിതിൽ സോയാ സോസും പെപ്പറും. ഇനി ഉണ്ട് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ ബീഫ് ഇട്ടോളാം. ഇല്ലെങ്കിൽ എന്താ വെച്ചാല് ഇത് നമ്മൾ വേവിക്കാത്ത പച്ച ബീഫാണ്, സ്റ്റിർ ഫ്രൈ ആണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ബീഫ് ഇതിന്റെ കൂടെ ഇട്ടില്ലെങ്കിൽ പിന്നെ ബീഫ് വെന്ത് വരുമ്പോത്തിന് സമയം ഒരുപാട്. അതോ ഒരു പാത്രത്തിനുള്ളിൽ ബീഫ് ആണെന്തെങ്കിലും ഉണ്ടാക്കാലോ. നീ നേരത്തെ ചോദിച്ചില്ലേ ബീഫ് ഇതിൽ കിടന്നാ തോന്നുന്നു. നീ നോക്കിയേ, ബീഫ് നിറം മാറി വരുന്നത് കണ്ടില്ലേ? അതിങ്ങനെ ചൂടാവും തോറും ബീഫ് നിറം മാറി വെന്ത് വരും. ഇതിങ്ങനെ നിറം മാറി വരുന്നുണ്ട, വെള്ള കളറായി വരുന്നുണ്ട്. മറ്റേ നമ്മുടെ ശരിക്കുള്ള ബീഫിന്റെ കളർ എന്താ? ചുവപ്പ്. അതിൽ നിന്ന് മാറി വരുന്നുണ്ട്. ഇനി നമ്മുടെ ചെറിയ ഉടാക്കി ചെയ്യാൻ ലേശം സുർക്ക, വിനെഗർ. ഇത് ഒരു ലേശം നമ്മൾ ഇതിൽ കാരണം ഇച്ചിരി പുളി വരണം.
ഇപ്പൊ സോയ സോസിനൊക്കെ അത്യാവശ്യം പുളി കാണത്തില്ലേ? സോയ സോസിന് കൂടി ഉണ്ടോ? സുർക്കയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുമ്പോൾ ഇറച്ചി ഒന്നുകൂടി സോഫ്റ്റ് ആവും. എന്നിട്ട് എന്താണ് അതൊന്നുകൂടി വേവാൻ കൂടുതൽ സഹായിക്കും. ലാസ്റ്റ് മറ്റേ സാധനം ചെയ്യണോ? നമ്മുടെ ഇതല്ലേ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് വാരി ഇടുക. ഇതിന് കൂടുതൽ ലേശം ഉപ്പ്. ഇനി വേറൊരു ഐറ്റം, ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം പെപ്പർ. ഇത് ഈ സാധനം നീ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ പറഞ്ഞ ഇതിനാണ് പെപ്പർ മില്ല് എന്ന് പറയുന്നത്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പെപ്പർ ഇങ്ങനെ പൊടിഞ്ഞു വിടും. പെപ്പർ കോൺ എന്ന് പറയും, പെപ്പർ കുരു വരും. ഇത് നമ്മുടെ കെയ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ കമ്പനിയുടെ സാധനം ഇത് ഇങ്ങനത്തെ മില്ലായിട്ട് വരും. അപ്പൊ ഇതില് പെപ്പർ ലോഡ് ചെയ്യുക. അല്ല, ഇതിന് രണ്ട് ടൈപ്പ് ക്വാളിറ്റി. പെപ്പർ ഹോൾ ആയിട്ട് ഇടാം, അതല്ലെങ്കിൽ ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിന്റെ ക്യാപ്പിൽ കണ്ടത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഫൈൻ ഉണ്ട്, കോഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പെപ്പർ ഏത് രീതിയിലാണ് പൊടിക്കേണ്ടത്. അപ്പൊ ഇത് നല്ല ഇത് സ്മെല്ലില്ലേ പെപ്പറിന്റെ ഒക്കെ. നമ്മള് ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി അത് അതിൽ കിടന്ന് താനെ ഫ്രൈ ആവും. ഇപ്പൊ ഇതില് നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, ലേശം സുർക്കിയാണ്, ഇത്ര ഒന്നുമില്ല. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇതില് വെള്ളം ഇറങ്ങി വരുന്നു. അപ്പോൾ നമ്മള് എന്താ പറയാ, ബീഫ് ചെറുതായി വേകാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ നമുക്ക് അവിടെ നൂഡിൽസിന്റെ പരിപാടി വേണം. അതാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ ഇരിക്കണ്ടേ. അയ്യോ പിടിച്ചേ, വെറുതെ നോക്കിയിരിക്കല്ലേ. അങ്ങനെ പറ്റുന്ന ഫീൽഡിന് ശേഷം ഞാൻ അല്ല കഴിക്കുന്നില്ല. ലേശം ഓയിൽ ചെട്ടുന്ന ഇങ്ങനെ ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പോഴേക്കും നമുക്ക് ബീഫ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് നിറക്കി കൊടുക്കാം. ആ ഒരു പെപ്പറിന്റെയും ഗാർലിക്കിന്റെയും അടിപൊളി മണം. സൺഫ്ലവർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ചെയ്യും നൂഡിൽസിന്. അല്ല, കംപ്ലീറ്റ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ലേശം ഉള്ളി ഇടാൻ തീ വന്നിരിക്കുന്നു. പിടിച്ചോ. ഇവരെ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പണി വെച്ചില്ല. പാത്രം വരും പിന്നെ ചില്ലറ പണിയാണെന്ന് വെച്ചാല് നമ്മള് ന്യൂഡിൽസിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞില്ല. ന്യൂഡിൽസിന് ഉള്ളി, ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇതൊക്കെ തന്നെ മതി. പിന്നെ ചിക്കനെ നമ്മള് ലേശം കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതെ, പിച്ചി ഇട്ട്. പിന്നെ ഒരു 3 മുട്ട, പിന്നെ ഇതിലൊക്കെ ടേസ്റ്റ് വരുന്ന പ്രധാന സംഗതി ചിക്കൻ ക്യൂബ്. ആ മുട്ട നീ ഒരു പാത്രത്തിൽ പൊട്ടിച്ച് എപ്പോഴേക്കും നമ്മുടെ ഉള്ളി സെറ്റ് ആയിട്ട് അതിലേക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ക്യാബേജ്. നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ബേബി കോൺ ആഡ് ചെയ്യുക, മഷ്റൂം ആഡ് ചെയ്യുക, നമ്മുടെ ഇഷ്ടം. നമുക്ക് ടേസ്റ്റ് എങ്ങനെ വേണമെന്നുണ്ടോ അതേപോലെയൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇതിങ്ങനെ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലേവറിന് ലേശം വെളുത്തുള്ളി, ലേശം ഇഞ്ചി. ഇതിലേക്ക് വേണ്ട വേറെ 2 സാധനങ്ങളും കൂടി ഉണ്ട്, പക്ഷെ നമുക്കിവിടെ കിട്ടാത്തത് നമ്മൾ ഒഴിവാക്കിയാണ്. ഒന്ന് ബീൻസ്, പിന്നെ ഒന്ന് സ്പ്രിംഗ് ഓണിയൻ. ആയി വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ്, ലേശം ഉപ്പ്, ലേശം സോയ സോസ്. സോയയുടെ ഫ്രഷ് സോയ നമുക്ക് പൊട്ടിച്ചില്ല, ഇപ്പോൾ പൊട്ടിക്കുന്നുണ്ട്. ഈ സോയ സോസ് പ്രത്യേകം ഒഴിക്കുന്നത് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ടാണ്. കാരണം വെച്ചാൽ കട്ടി ഉള്ള സോയടി വലിയ കുഴപ്പമില്ല, അല്ലാതെ അതിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ആഡ് ചെയ്യും, അത് കോൺസെൻട്രേറ്റ് ആയി പോകും. യെസ്, ഇനി നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ടുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ മേലെ നമ്മുടെ ചിക്കൻ ക്യൂബ് വരണം. നമുക്ക് ശരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം വെച്ചാൽ ചിക്കൻ സ്റ്റോക്കാണ്. അതായത് നമ്മൾ ഇതിലേക്ക് ആദ്യം എടുത്ത ചിക്കൻ വേവിച്ച് പിച്ചെടുത്തതാണ്. ആ ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷെ അതിന് വരെ ചിക്കൻ ക്യൂബ് ഇട്ടാലും മതി. പിന്നീട് ചിക്കൻ അങ്ങനെ നമ്മൾ ലേശം ചിക്കൻ പിച്ച് വെച്ചത് അതുകൂടി ആഡ് ചെയ്തു. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ നാടൻ സ്റ്റൈൽ. നമ്മുടെ ഇവിടെ ബിജാപൂരിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ചിക്കൻ ഹോങ്കോങ് ദോശ. നീ കഴിച്ചിട്ടുണ്ടോ? ചിക്കൻ ഹോങ്കോങ് ദോശ നമ്മുടെ ദോശക്കടയിൽ കിട്ടുന്ന സാധനമാണ്. ഇവിടെ കിട്ടുന്ന ദോശക്കകത്ത് ഈ മസാല നമ്മുടെ ഇപ്പൊ ഈ ഉണ്ടാക്കിയ ഈ നൂഡിൽസിന് വേണ്ടി തയ്യാറാക്കിയിട്ട് ഈ മസാല, ഇത് ദോശയുടെ അകത്ത് നമ്മുടെ മസാല ദോശ പോലെ സ്റ്റഫ് ചെയ്തിട്ട് വരും. അങ്ങനെ നമ്മള് ഇത് സെറ്റായി. ഇനി ഇതിലേക്ക് മുട്ട അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കണം. നീ നേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബീഫ് സ്റ്റിർ ഫ്രൈ ഇപ്പൊ നീ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്തായി? ഫ്രൈ ആകുന്നു. ഇപ്പൊ എന്തായി? അപ്പൊ നമ്മുടെ സാധനം എന്തായി? ഇതാണ് ബീഫ് സ്റ്റിർ ഫ്രൈ. ഇത് നമ്മുടെ നാട്ടിൽ സാധനം ചേർക്കുന്ന മല്ലി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിനൊക്കെ ലിമിറ്റഡ് ആണ്. നമ്മൾ പൊടികളൊന്നും ഇല്ലല്ലോ, ഫുൾ നാച്ചുറൽ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നൂഡിൽസ്, ഹക്ക നൂഡിൽസ്. ഇത് നമ്മൾ ഇതേപോലെ എന്നിട്ട് ഇത് ഇളക്കി ചേർക്കും. ഇത് ഇളക്കുമ്പോൾ മൊത്തമായിട്ട് ഉടഞ്ഞ് പോവാതെ, ഇതിൻ്റെ വേവ് കറക്റ്റ് അല്ലെങ്കിൽ ഉടഞ്ഞ് ഒട്ടി പശ പോലെ ആയിരിക്കും. അത് വരാതെ ഉടയാതെ ഇളക്കി ഇളക്കി വരും. അപ്പം നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് അടുപ്പ് മാറ്റി നമ്മുടെ സ്റ്റിർ ഫ്രൈ എങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ട് ഇനി നമ്മൾ ഇതിന്റെ ടച്ചപ്പ്, ഫൈനൽ ടച്ചപ്പ് ഒന്നും പറയും. അത് ബോർഡ് മൊത്തമായിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജും ഉള്ളി നമ്മൾ കുറച്ചിട്ട് ഇത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, ക്യാബേജ്, ക്യാരറ്റ് അതൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞ് തന്നെ ബാക്കി മാറ്റി വെച്ചില്ല. അത് ഇത് വെച്ചിട്ട് ഒന്ന് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത ക്യാബേജും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു സൂപ്പ് ലേശം കോൺഫ്ലോർ നമ്മൾ ഇതിലൊന്നും ആഡ് ചെയ്യുക. അപ്പോൾ ചെറിയ തിക്ക് ഗ്രേവി ചെയ്ത് ഈ സാധനം അപ്പൊ സ്ഥിരം ക്ലീഷേ ഡയലോഗുകളൊന്നുമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് കഴിച്ചു നോക്കി പോരുന്ന പരിപാടി ഞങ്ങളിപ്പോ ചെയ്യാനില്ല. അപ്പോ ഇഷ്ടപ്പെട്ടവര് ഉണ്ടാക്കി നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.